Welcome to semester 3 complementary electronics for a BSc physics main, and we are seeing single stage transistor amplifiers, and today we see CC amplifier, transistor common collector amplifier. Today's topic of discussion is transistor CC amplifier, CC common collector amplifier. So in the previous classes we have studied CB amplifier, C amplifier and their problems, and today we see what is called a CC amplifier, common collector amplifier. അപ്പോൾ ഇത് BSc കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ക്ലാസ്സാണ്. BSc മെയിൻ ഫിസിക്സ് സ്റ്റുഡൻസിനുള്ളതാണ്. ഇന്നത്തെ ടോപ്പിക്ക് CC ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ. അപ്പോൾ എന്താണ് CC ആംപ്ലിഫയർ? The amplifier circuit that is formed using a CC configured transistor combination is called a CC amplifier. അതായത് ഈ CC കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഉപയോഗിച്ചുള്ള ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെയാണ് നമ്മൾ CC ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചിരിക്കുകയാണ്. കോമൺ കളക്ടർ ആയതുകൊണ്ട് നമ്മൾ കളക്ടറിൽ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും കാണിക്കത്തില്ല. സപ്ലൈ വോൾട്ടേജ് അവിടെ VC എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന് എമിറ്റർ ഫോളോവർ എന്ന് പറയും. ബ്രാക്കറ്റ് നോക്കുക, എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്ന് വിളിക്കാറുണ്ട്. CC ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എമിറ്റർ ഫോളോവർ. കാരണം ബേസിലെ വോൾട്ടേജിന് ഒപ്പിച്ചാണ് എമിറ്ററിൽ ഔട്ട്പുട്ട് വരുന്നത്. എമിറ്റർ ഫോളോസ് ദ ഇൻപുട്ട് അറ്റ് ദി ബേസ്. അതുകൊണ്ട് തന്നെ എമിറ്റർ ഫോളോവർ എന്ന് പറയും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സർക്യൂട്ട്. VCC മുകളിലാണ് കളക്ടർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചില ബുക്കിനകത്ത് താഴെ കാണിക്കും. എമിറ്റർ താഴെ. എമിറ്ററിൽ ഒരു RE റെസിസ്റ്റർ ഉണ്ട്. ആ എമിറ്ററിൽ നിന്നാണ് നമ്മൾ വോൾട്ടേജ് ഔട്ട്പുട്ട് എടുക്കുക. ബേസിലാണ് ഇൻപുട്ട് കൊടുക്കുക. ഇതിൻ്റെ ഗെയിൻ 1 അപ്പോൾ ഇവിടെ ഗെയിൻ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ വോൾട്ടേജ് തന്നെയാണ് എമിറ്ററിൽ കിട്ടുന്നത്. എമിറ്ററിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എമിറ്റർ ഫോളോവർ എന്നും വിളിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ വേവ് ഫോം. ഇവിടെ ഫേസ് റിവേഴ്സൽ ഇല്ല, ആംപ്ലിഫിക്കേഷൻ ഇല്ല. ഒരു ഇൻപുട്ട് കൊടുത്താൽ ഏതാണ്ട് അതേ മാതൃകയിൽ ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് ഗോയിങ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ദർ ഇസ് നോ ഫേസ് റിവേഴ്സൽ. ഇൻ ദിസ് common collector amplifier, there is no phase reversal for the waveform. The input waveform appears in the same form in the output. So this is the explanation. The explanation of CC amplifier. Figure shows the circuit of a single stage CC amplifier using an NPN transistor. The input signal is injected into the base collector circuit, and the output signal is taken from the emitter collector circuit. That you carefully note. The input signal is injected into the base collector circuit, and the output signal is taken from the emitter collector circuit. That is, collector is common to both input and output. Input and output in a collector common ആണ്. The emitter base junction is forward biased by VEE, and the collector base junction is reverse biased by VCC. ഒരു 2 ബാറ്ററി കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. ടോപ്പിൽ VCC കൊടുത്തിട്ടുണ്ട്, ബോട്ടമിലാണ് -VEE ആയിട്ട് കൊടുത്തിരിക്കുന്നത് എമിറ്ററിൽ താഴെ. സോ ദി EBJ is forward biased and the CBJ is reverse biased by battery CCC. The quiescent value, the operating values of IB and IC are set by VCC and VEE. Operating values
ആ കറണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് വാല്യൂസ് ഐ ബി ഐ സി അത് ഈ രണ്ട് ബാറ്ററി തീരുമാനിക്കും. ടുഗദർ വിത്ത് ആർ ബി ആൻഡ് ആർ ഇ. ആർ ബി ആൻഡ് ആർ ഇ അവയ്ക്കും റോളുണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് നിർണ്ണയിക്കാൻ. സർക്യൂട്ട് അനാലിസിസ് എക്സ്പ്രഷൻ ഫോർ ഐ ഇ. എമിറ്റർ കറണ്ടിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ദ എമിറ്റർ ബേസ് സർക്യൂട്ട് ഫോർ എമിറ്റർ ബേസ് സർക്യൂട്ട് വി ക്യാൻ അപ്ലൈ Kirchhoff's വോൾട്ടേജ് ലോ. That is, we get VEE equal IRE plus VRE plus ICRC. VEE equal to IRE plus VBE, base emitter voltage plus IBRB. IBRB, IBRB. ഇത് ബേസ് എമിറ്റർ സർക്യൂട്ടിനാണ്. ബേസ് എമിറ്റർ സർക്യൂട്ടിൽ Kirchhoff's അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് ആ പടം നോക്കിയാൽ കാണാം. ബേസ് എമിറ്ററിൽ Kirchhoff's അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലുള്ളത് ഐ സി അല്ലെങ്കിൽ നമ്മൾ ആ വി നോക്കണം. വി നോക്കുമ്പോൾ അതിങ്ങനെ ഇത് കാണുന്ന പോലെ ഇത്രയും ഭാഗത്തുള്ളത് ഇത്രയും ഭാഗത്തുള്ളതാണ് പറയുന്നത്. അത് വി ഇസിക്കൽ ഐ ആർ ഇ പ്ലസ് വി ബി ഇ പ്ലസ് ഐ ബി ആർ ബി എന്ന് കൊടുക്കാം നമുക്ക്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഇ ഇ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു ഐ ആർ ഇ പ്ലസ് ഐ ബി ആർ ബി. ദാറ്റ് ഈസ് വി ഇ ഇ മൈനസ് ബി ബി ഈസ് ഈക്വൽ ടു ഐ ആർ ഇ പ്ലസ് ഐ ബൈ ബീറ്റ ഇൻറ്റു ആർ ബി. അതിൻ്റെ കാരണം ബീറ്റ ഇസ് ഐ സി ബൈ ഐ ബി ആണല്ലോ. ബീറ്റ ഐ സി ബൈ ഐ ബി ആണ്. ഐ ബി ഈസ് ഐ ഈസ് നിയർലി ഈക്വൽ ടു ഐ ആണ്. അതുകൊണ്ട് ബീറ്റ നമ്മൾ ഐ ഇ ബൈ ഐ ബി എന്ന് എഴുതാം. ബീറ്റ ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് ഐ ഇ ബൈ ഐ ബി ബിക്കോസ് ഐ ഇ ഈസ് നിയർലി ഈക്വൽ ടു ഐ സി. സോ ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ. സോ തേർഡ് സ്റ്റെപ്പ് വി ഡബ്ല്യു മൈനസ് വി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ ഐ ഈസ് ഈക്വൽ ടു വി ഇ ഇ മൈനസ് വി ബി ഇ by R E plus R B beta. This is I E, which is nearly equal to IC. സർക്യൂട്ട് ഓപ്പറേഷൻ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കുക. When the positive half cycle of the signal is applied, then one forward bias is increased since VB is positive with respect to the collector. Number 2, base current is increased. Number 3, emitter current is increased. എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കൺസിക്വൻ്റ്ലി ഈ ഒരു പാരഗ്രാഫ് പ്രത്യേകം നോക്കുക. കൺസിക്വൻ്റ്ലി we get a positive half cycle of the output. It means that the positive going input signal results in a positive going output signal, and consequently the input and output are in phase with each other. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ ഫേസിലാണ്. ആ ഷോൺ ദി ഫിഗർ നമ്മൾ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ എമിറ്റർ ഫോളോസ് ദ ഇൻപുട്ട് അറ്റ് ദ ബേസ്. എമിറ്റർ ഫോളോസ് ദ ഇൻപുട്ട് അറ്റ് ദ ബേസ്. ദാറ്റ് സെൻറ്റൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ എമിറ്റർ ഫോളോസ് ഇത് ഇൻപുട്ട് അറ്റ് ദ ബേസ്. ഈ പാരഗ്രാഫ് പഠിച്ചിട്ട് ഈ താഴെയുള്ള സെൻറ്റൻസ് പ്രത്യേകം ഓർക്കുക. ദി എമിറ്റർ ഫോളോസ് ദി ഇൻപുട്ട് അറ്റ് ദ ബേസ്. ഒരു ക്വസ്റ്റൻ ഉണ്ട്. വൈ എ സി സി ആംപ്ലിഫയർ ഈസ് കോൾഡ് an emitter follower circuit? This is the paragraph. We get a positive half cycle of the output. It means that the positive going input signal results in a positive going output signal, and consequently the input and output signals are in phase with each other as shown in the graph. That is the emitter follows the input at the base. So it is called emitter follower circuit. The CC amplifier circuit is also called emitter follower circuit. ഇനി ഗെയിൻസ് ഓഫ് CC ആംപ്ലിഫയർ. ഇതിനും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഗെയിനുകൾ പറയാറുണ്ട്. ഗെയിൻസ് ഓഫ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് or CC amplifier. The AC input resistance R is equal to RB parallel beta RE.
ബിറ്റ് ആർ ഇ പ്ലസ് ഒരു ടൈം കൊണ്ടുവരും. ബിറ്റ് ആർ ഇ പ്ലസ് ആറ്, ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. എ സി ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ എൽ ഈസിക്കൽ ആർ ബി പാരലൽ ബീറ്റ് ആർ ഇ പ്ലസ് ആറ്. ആർ എന്ന് പറഞ്ഞാൽ എ സി അതിൻ്റെ ഔട്ട്പുട്ട് എ സി റെസിസ്റ്റൻസ് ആണ്. ആർ ഒ ഈസ് ഈക്വൽ ടു ആർ ഇ പാരലൽ ആറ്. ആർ ഒ എന്ന് പറഞ്ഞാൽ ആർ ഇ പാരലൽ ആറ്. എ ഈസ് ബീറ്റ, കറണ്ട് ബീറ്റ, എ വി ഈസ് ആർ ഒ ബൈ ആർ ഒ പ്ലസ് ആറ്. ഇതാണ് ഇതിൻ്റെ ഗെയിൻ ഇക്വേഷൻസ്. ഇനി പവർ ഗെയിൻ പറയുകയാണെങ്കിൽ പവർ ഗെയിൻ എ പി ഈസ് ഈക്വൽ ടു എ വി ഇൻറ്റു എ ഐ ആൻഡ് ജി പി ഈസ് 10 log എ പി, ദാറ്റ് വി നോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സി സി ആംപ്ലിഫയർ. ഈ സി സി ആംപ്ലിഫയറിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹൈ ഇൻപുട്ട് ഇമ്പഡൻസ് 2250K, 500K ഇൻപുട്ട് ഇമ്പഡൻസ്, ഇതതിൻ്റെ മെയിൻകളാണ് പറയുന്നത്. ലോ ഔട്ട്പുട്ട് ഇമ്പഡൻസ് 52,000 ohm. ഹൈ കറണ്ട് ഗെയിൻ ഓഫ് 1+ ബീറ്റ, കറണ്ട് ഗെയിൻ കൂടുതലാണ് 52,300. വോൾട്ടേജ് ഗെയിൻ ഈസ് ലെസ് ദാൻ 1. വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ 1 ആണ്. അത് വളരെ കുറവാണ്. വോൾട്ടേജ് ഗെയിൻ ഈസ് നിയർലി 1 ആണ്. പവർ ഗെയിൻ ഓഫ് 10 to 20 dB. നോ ഫേസ് റിവേഴ്സൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്. ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇത് യൂസസ് ഓഫ് സി സി ആംപ്ലിഫയർ. ഇമ്പഡൻസ് മാച്ചിങ്. ഫോർ ഇമ്പഡൻസ് മാച്ചിങ് വേണ്ടി ഉപയോഗിക്കാറ്. ഇമ്പഡൻസ് മാച്ചിങ് ഒരു പ്രധാന പ്രോസസ്സാണ്. ഒരു ഹൈ ഇൻപുട്ട്, ഒരു ഹൈ റെസിസ്റ്റൻസ്, നമുക്കൊരു ലോഡിൽ നിന്ന് ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുതലാണ്, അതൊരു ലൗഡ് സ്പീക്കറിൽ കൊടുക്കണമെങ്കിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ബഫറിനെയാണ് നമ്മൾ ഇമ്പഡൻസ് മാച്ചിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സി സി ഒരു ബഫറായിട്ട് ഉപയോഗിക്കും. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് ഇമ്പഡൻസ് മാച്ചിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്പഡൻസ് മാച്ചിങ് ദാറ്റ് ഈസ് ഫോർ കണക്റ്റിംഗ് എ സർക്യൂട്ട് ഹാവിങ് ഹൈ ഔട്ട്പുട്ട് ഇമ്പഡൻസ് ടു വൺ ഹാവിങ് ലോ ഇൻപുട്ട് ഇമ്പഡൻസ്. ഹൈ ഇൻപുട്ട് ഇമ്പഡൻസിൽ നിന്ന് ലോ ഇമ്പഡൻസിലേക്കുള്ള ഒരു ഡിവൈസിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഇടയ്ക്ക് ബഫറായിട്ട് കൊടുക്കുന്ന സാധനമാണിത്. അത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പ്രൂഫ് നമ്മൾ പറയാറുള്ളത്. ഇനി ഫോർ സർക്യൂട്ട് ഐസൊലേഷൻ, നോട്ട് ഓസിലേഷൻ, സർക്യൂട്ട് ഐസൊലേഷൻ. You note the spelling, circuit isolation as a, അടുത്ത നമ്പർ, ആസ് എ two-way amplifier since it can pass a signal in either direction. It can pass a signal in either direction. എങ്ങോട്ട് വെച്ചാലും സിഗ്നലിൻ്റെ ആ ഫേസിന് വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇവിടെ ഗെയിനും സെയിം ആയിരിക്കും. ഈ റെസിസ്റ്റൻസിൻ്റെ വ്യത്യാസമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ. ഫോർ സ്വിച്ചിങ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കാം നമുക്ക്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, റൈറ്റ് വിത്ത് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് എ സി സി ആംപ്ലിഫയർ. ഇനി അതിൻ്റെ പ്രോബ്ലമാണ്. 2 പ്രോബ്ലം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ CE ആംപ്ലിഫയർ അല്ലെങ്കിൽ CB ആംപ്ലിഫയർ ചെയ്തതുപോലുള്ള പ്രോബ്ലമാണ്. ഇക്വേഷൻസ് നേരിട്ട് കൊടുത്താൽ മതി. വി ക്യാൻ പുട്ട് ദ വാല്യൂസ് ഇൻ ദി ഇക്വേഷൻസ് ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂസ്. ഫോർ ദി CC ആംപ്ലിഫയർ സർക്യൂട്ട് ഓഫ് ഫിഗർ ബിലോ കമ്പ്യൂട്ട് A Rin, B Ri, C AV, D AP, നെഗറ്റീവ് VBE and യൂസ് ദ റിലേഷൻ R is 25/IE, 25 MV/IE. നമ്മുടെ സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ ഫോർമുല, ഈ AC എമിറ്റർ റെസിസ്റ്റൻസ് കാണാനുള്ള യൂഷ്വൽ ഫോർമുല ഇത് തരും, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. R is 25 MV/IE. So you see the circuit. This is the circuit given. Circuit is a part of the question. You have to draw the circuit also along with the question and you see the answers. ഇപ്പോൾ ഒരു എമിറ്റർ ഫോളോവർ, ഒരു CC ആംപ്ലിഫയർ വരച്ചിരിക്കുന്നത് വാല്യൂസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക്
ഈ കാൽക്കുലേഷൻ അത് വായിക്കാം. ആർ എൻ ഈസ് ആർ ബി പാരൽ ബീറ്റ ആർ പ്ലസ് ആർ ഒ. ആർ ഈസ് 25/IE. നമ്മൾ എമിറ്റർ ബേസ് സർക്യൂട്ടിന് കെ വിൽ അപ്ലൈ ചെയ്യും. വി ഇ ഇ ഐ ബി ആർ ബി പ്ലസ് ബി ബി ഇ പ്ലസ് ഐ ബി ആർ ബി. ബി ബി ഇ കളയാനും പറഞ്ഞിരിക്കുകയാണ്, നെഗ്ലക്റ്റാണ്. therefore വി ഇ ഈക്വൽ ഐ ആർ ഇ പ്ലസ് ഐ ഇ ബൈ ബീറ്റ ഇൻറ്റു ആർ ബി. ഐ ബിയുടെ വാല്യൂ ആണ് ഐ ബൈ ബീറ്റ എന്ന് എഴുതിയത്. ശരിക്കും ആക്ച്വലി ഐ ബി ഈസ് ഐ സി ബൈ ബീറ്റ, ബട്ട് ഐ സി ഈസ് നിയർലി ഈക്വൽ ടു ഐ ഇ. സോ വി ക്യാൻ റൈറ്റ് ഐ ബി ഈസ് ഐ ഇ ബൈ ബീറ്റ. ദാറ്റ് ഇസ് റിട്ടേൺ from this VEE equal IB into I into RE plus RB by beta. That is I is equal to BEE by RB plus RB by beta. That is 20 by 20 plus 50 by 100. 20 by 20 plus half, 20 by 20.5, which is equal to nearly 1 MA. Therefore, R is equal to 25 by IE, 25 by 1, 25 ohm, 0.025 K. 1000 കൊണ്ട് divide by 1000. Output resistance RO is equal to RE parallel RL, 20 parallel 5, 20 into 5 by 20 plus 5. That is 100 by 25, which is 4K. RL, input resistance, 50 parallel 100 into 0.025 plus 4. That's the equation, R in the equation. 50 parallel 100 into, ആ ഇക്വേഷൻ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്, മുകളിലുള്ള എൻ്റെ ഇക്വേഷൻ. അതിൽ കൊടുക്കുക. അപ്പോൾ 50 പാരലൽ 100 into 4.025, that is 50 parallel 402.5, that is 44.1 K. ആറിൻ ഫോർമുല, ആറിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഇതൊരു ആർ ബി പാരൽ ബീറ്റ ആർ ഇ പ്ലസ് ആർ. ആ ഫോർമുല വെച്ചിട്ടാണ് ഇവിടെ ആറിൻ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് പാർട്ട് ആർ ഒ ഈസ് ഈക്വൽ 4K നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വി ഹാവ് ഡിറ്റർമിൻഡ് ആർ ഒ. ഇതിൽ എ വി ഇസ് ആർ ഒ ബൈ ആർ ഒ പ്ലസ് ആർ ഇ, 4 plus 0.025, 4 by 4.025, which is nearly equal to 1. Actual calculation gives 0.994 equal to 1. AP is equal to A into AV, that is equal to beta AV. A is beta. That is 100 into 1 is equal to 100. Next problem. For the common collector amplifier shown below, compute 1 RO, 2 RIN, 3 AV, 4 AP. Negative VB and use the relation R is 25 MV by IE. RO is equal to RE parallel RL, that is 20 parallel 4, that is 20 into 4 by 24, 3.33 K. Circuit is a part of the question, you remember. Circuit is a part of the question. Same type. R is RB parallel beta R plus RO. R is 25 by IE. VEE equal to IERE plus VB plus IBRB. VB is negligible. Therefore, VEE equal to IERE plus IE beta into RB. പടം നോക്കി വരയ്ക്കുക. REL 4K ആണ്, RE 20K ആണ്, RB 40K. That is VE by RE plus RB by beta, that is 25 by 20 plus 40 by 100, 25 by 20 plus
0.4, that is 25 by 20.4, 1.225. 225 MA, that is IE, which is equal to IC. R E is 25 by IE, that is 20.408 ohm, that is 0.024 204K. R is 40 parallel 100 into 0.0204 plus 3.33. 40 parallel 100 into 3.3504, that is 40 parallel 335.04, that is 40 into 335.04 by 375.04, that is 35.734K. That is the answer. Now AV is equal to, AV is 1. AV is RO by RO plus RE, that is 3.33 by 3.33 plus 0.0204, 3.33 by 3.3504, that is 0.994 is equal to 1. AP is AI into AV, that is beta AV, 100 into 1, that is 100. ഇനി നമുക്കൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ CB, CE, CC ആംപ്ലിഫയേഴ്സ്. ഇപ്പോൾ 3 തമ്മിലുള്ള കമ്പാരിസനാണ്. അപ്പോൾ 3 നമ്മൾ കോളം വരെ എഴുതിയാൽ മതി. ലെറ്റ് us compare the characteristic details of CB, CE and CC amplifiers. First column characteristics, second column CE, third column CB, last column CC. Input resistance സിക്ക് ലോ ആണ്, 1K to 2K. CBക്ക് വെരി ലോ ആണ്, 30 ohm to 150 ohm. CCക്ക് ഹൈ ആണ്, 20 to 500. അപ്പോൾ അതൊരു മേന്മയാണ് CCയുടെ. പക്ഷെ നമ്മൾ ഓവറാൾ പിന്നെ ക്യാരക്ടറിസ്റ്റിക് നല്ലത് CE ആണ്. CE ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച CB ആണെങ്കിലും ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന CE ആണെന്ന് ഓർത്തോളണം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലാർജ് 50K ആണ്, ഇവിടെ ഹൈ ദാറ്റ് ഈസ് അബൌട്ട് 500K. ഇവിടെ ലോ 52,000 ഇൻപുട്ടല്ലേ, ഔട്ട്പുട്ടല്ലേ, 52,000K അല്ല, ഓം ആണ് കേട്ടത്. 1000 ohm ആണ് ലാസ്റ്റ് വൺ, 1000 ohm. പിന്നെ കറണ്ട് ഗെയിൻ ബീറ്റയാണ്, ബീറ്റ ഹൈ ആണ്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ CB, ആൽഫ 1 ആണ്. ഇവിടെ 1+ ബീറ്റയാണ്, ഹൈ. വോൾട്ടേജ് ഗെയിൻ ഹൈ, സിക്ക് ഹൈ ആണ്, 1500. പിന്നെ CBക്ക് വോൾട്ടേജ് ഗെയിൻ 1500 വരാം, ലെസ് ദാൻ 1. പിന്നെ പവർ ഗെയിൻ ഹൈ 10,000 ആണ്, ഇവിടെ ഹൈ 7500 ആണ്, ഇവിടെ ലോ 250 to 500 ആണ്. ഫേസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിവേഴ്സൽ, CE ആകുമ്പോൾ റിവേഴ്സൽ സെയിം ആണ്, മറ്റേ രണ്ട് സെയിം ആണ്. CBയും CC ഓർഡർ കൊടുക്കണം കേട്ടോ. ഇവിടെ CE പ്രധാനപ്പെട്ട ആയതുകൊണ്ട് CE ആദ്യം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പഠിച്ച ക്രമം CB, CE, CC ആണ്. ആ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത്, മറിച്ച് CE, CB, CC എന്നാണ്. സിക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. Due to the compatibility and characteristic features, the common emitter configuration is mostly used. അതായത് നമ്മളെല്ലാ ഫീച്ചറും നോക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഈ എഗ്രിബിളായിട്ടുള്ളത്, നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് C ആണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ ആംപ്ലിഫയറിലും, ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് കൂട്ടാനുള്ള ആംപ്ലിഫയറിൽ C ആംപ്ലിഫയറാണ് ഉപയോഗിക്കുന്നത്, CE. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് CE ആംപ്ലിഫയേഴ്സ് കമ്പയർഡ് ടു CB ആൻഡ് CC കോൺഫിഗറേഷൻസ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ മറിച്ച് ചോദിക്കാം, എ CE ആംപ്ലിഫയർ ഈസ് പ്രിഫേർഡ് ടു അതർ ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സ് വൈ. ഇപ്പോൾ മുകളിലത്തെ ആ കോളം വരച്ചുള്ള വ്യത്യാസം എഴുതിയിട്ട് CEയുടെ പ്രത്യേകം കാണിച്ചാൽ മതി. ഇനി അടുത്തത്, വൈ ഈസ് എ CE ആംപ്ലിഫയർ കോൾഡ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. ഞാനൊരു പാരഗ്രാഫ് വായിച്ച് കേൾപ്പിച്ചിരുന്നു, എന്തുകൊണ്ട് CC ആംപ്ലിഫയറിനെ എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കുന്നത്. കാരണം ദ ഇൻപുട്ട് അറ്റ് ദ ബേസ്, ദ എമിറ്റർ ഫോളോസ് ദ ഇൻപുട്ട് അറ്റ് ദ ബേസിൽ കൊടുക്കുന്ന അതേ ഇൻപുട്ട് തന്നെയാണ്
നമുക്ക് പിന്നെ എമിറ്ററിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത് വോൾട്ടേജ് ഗെയിൻ 1 ആണ്. ഇൻപുട്ട് വേവ് ഫോം തന്നെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം. പിന്നെ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇതിന് ഹൈ ഇൻപുട്ട് ഇമ്പഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പഡൻസുമാണ്. ആ കാരണം കൊണ്ട് ഇമ്പഡൻസ് മാച്ചിങ്ങിൽ പല സർക്യൂട്ടിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ ബഫർ എന്ന് വിളിക്കാറുണ്ട്. ബഫർ ഇമ്പഡൻസ് മാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന CC ആംപ്ലിഫയർ സർക്യൂട്ട് പോലെ ഉള്ളവയെ ബഫർ എന്ന് പറയും. The CC amplifier type circuits used for impedance matching is also called buffer circuits, buffer amplifier. That is all with our 37th class. We continue our topic. This chapter we continue.